ജൂലൈ 5 4:15 ആവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അത് സംഭവിക്കൂ അതോ ഇല്ലയോ? വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഗാംബിറ്റ്. എല്ലാവർക്കും ഗാംബിറ്റിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ചർച്ച എന്ന് പറയുമ്പോൾ നാളെ ജൂലൈ 5 വെളുപ്പിന് 4:15 എന്തെങ്കിലും സംഭവിക്കുമോ? അതെന്താണ് ഇങ്ങനെ ചോദിക്കുന്നതായിരിക്കാം. അതെ, നമ്മുടെ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന റിയോ തസൂക്കി എന്ന് പറയുന്ന ഒരാളുണ്ട്. 1999 നമ്മൾ റിയോ തസൂക്കി അവരുടെ ഡ്രീമിൽ വന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഫ്യൂച്ചറൈസോ എന്ന് പറയുന്ന ഒരു ഡ്രോയിങ് ബുക്ക് അവർ വരയ്ക്കുന്നത്. അത് ഭയങ്കര പ്രസിദ്ധീകരിച്ച ഭയങ്കര ഫേമസ് ആയ ഒരു ബുക്കായിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ 14 പ്രവചനങ്ങളാണ്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന 14 പ്രവചനങ്ങളായിരുന്നു. അതിൽ വരുന്ന കാര്യങ്ങളാണ് ഡയാന പ്രിൻസസിന്റെ മരണം, പിന്നെ നമ്മുടെ 2011 സുനാമി, ജപ്പാനിൽ നടന്ന സുനാമി, കോവിഡ്, ഇതെല്ലാം വരുന്ന അതിലായിരുന്നു. അതിൽ പറഞ്ഞ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു 13 പ്രവചനങ്ങൾ ഇപ്പം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഏകദേശം ഒരു 80% വന്നിട്ടുണ്ട്. അത് ഇനി വരാൻ പോകുന്നതാണ് ജൂലൈ 5 നാളത്തെ 14ാമത്തെ പ്രവചനമാണ് നാളെ വരാൻ പോകുന്നത്. ജൂലൈ 5 വെളുപ്പിന് 4:15 നടക്കുന്ന ഒരു ദുരന്തം. അതായത് ജപ്പാനും ഫിലിപ്പീൻസിനും നടുക്കൊരു കടലുണ്ട്. കടലിൽ അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ നടക്കും. അതായത് കടലിനടിയിൽ നിന്നൊരു അഗ്നിപർവ്വതം പൊട്ടി വരുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത് ആ ഫ്യൂച്ചറൈസ് എന്ന് പറയുന്ന ബുക്കിൽ. അതാണ് നാളെ നടക്കാൻ പോകുന്നത്. ചെറിയ തീരുമാനങ്ങളൊന്നുമല്ല, വലിയ ഒരെണ്ണമാണ്. നമ്മളന്ന് 2011 കണ്ട ജപ്പാനിൽ നടന്ന സുനാമിയുടെ 3 ഇരട്ടി വലിപ്പം വരുന്നതാണ് നാളെ നടക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ജപ്പാനിലുള്ള അധികൃതർ പറയുന്നത് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ നോർമലാണെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങോട്ട് നാളെ വരാനിരിക്കുന്ന സഞ്ചാരികളും പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അവിടുത്തെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ടൂറിസ്റ്റുകളെല്ലാം. എന്തായിരിക്കും നാളെ നടക്കുന്നതെന്ന് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. പ്രവചനങ്ങൾ ഇത്രയും നടന്നതുമാണ്, കണ്ടറിയാം, നമുക്ക് പ്രാർത്ഥിക്കാം, അതാണ് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റ.